ശങ്കരാചാര്യ തൊഴിൽ സുരക്ഷാ പദ്ധതിക്ക് തുടക്കമായി. വരുന്ന അധ്യയന വർഷത്തിൽ സംസ്ഥാനത്തുടനീളമുള്ള തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ തയ്യാറാക്കിയ ലക്ഷ്യ 2025 തൊഴിൽ സുരക്ഷാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെൻ്ററായി ലിംക ബുക്ക് ഓഫ് റെക്കോർഡിന് തിരഞ്ഞെടുത്ത ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെൻ്റർ അതർഹിക്കുന്ന പ്രാധാന്യത്തോടെ നിലനിർത്തുവാനും അതിൻ്റെ ബഹുമുഖമായ സംരംഭങ്ങൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ നൽകി സ്വയം തൊഴിൽ കണ്ടെത്താനും അവരെ പ്രാപ്തരാക്കാൻ കഴിയുന്ന ശാരീരികവും മാനസികവും ബൗദ്ധികമായ പരിശീലനം നൽകുന്നതിൽ രംഗത്തുണ്ടാകും എന്ന് കരുതുകയാണ്. രംഗത്തുണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക പ്രതിസന്ധിയിലും തൊഴിലില്ലായ്മയിലും തൊഴിലെന്ന സ്വപ്നം എല്ലാവർക്കും എത്തിപ്പിടിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. എന്നാൽ ഈ സാഹചര്യത്തിലും മികവുള്ളവർക്ക് തൊഴിലിന് ഒരു തടസ്സവുമില്ല. മാറുന്ന കാലത്തിനനുസരിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് പോലുള്ള സാങ്കേതിക വിദ്യകളിൽ കഴിവ് നേടിക്കൊടുക്കുന്ന നിരവധി കോഴ്സുകൾ ശ്രീ ശങ്കരാചാര്യ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരെയും ഇത്തരം സാധ്യതകൾ അറിയിക്കാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും ഇത്തരം കോഴ്സുകൾ ചെയ്യുവാനും അതുവഴി 2025 ശ്രീ ശങ്കരാചാര്യ നടത്തുന്ന മെഗാ തൊഴിൽ മേളയിൽ പങ്കെടുത്ത് ജോലി നേടാനുമായി ശ്രീ ശങ്കരാചാര്യ പ്രഖ്യാപിക്കുന്ന പദ്ധതിയാണ് ലക്ഷ്യ 2025 തൊഴിൽ സുരക്ഷാ പദ്ധതി. പദ്ധതി പ്രകാരം കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എല്ലാ വാർഡുകളിൽ നിന്നും രോഗം മൂലമോ മരണം മൂലമോ ഏക വരുമാനം നിലച്ച കുടുംബങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വിദ്യാർത്ഥിക്ക് സൗജന്യ പരിശീലനം, കൂടാതെ ഏതെങ്കിലും ക്ഷേമ തൊഴിലാളി പദ്ധതിയിൽ അംഗമായവരുടെ മക്കൾക്ക് ഫീസ് ഇളവോടുകൂടി പഠിക്കാനുള്ള സൗകര്യവും, സഹോദരങ്ങളായ 2 പേർക്ക് ഒറ്റ ഫീസിൽ പഠിക്കാനുള്ള അവസരം തുടങ്ങിയവയാണ് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെൻ്റർ മാനേജിംഗ് ഡയറക്ടർ കെ അബ്ദുൾ റസാഖ് അധ്യക്ഷനായി. ചടങ്ങിൽ കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ, പയ്യന്നൂർ സെൻറ്റർ ഡയറക്ടർ ഷിജോയ് മാണിയാട്ട്, റാഷിദ് കുന്നംകുളം, പ്രദീപ് മഞ്ചേരി, ജനറൽ മാനേജർ ജ്യോതി പ്രകാശ് തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. ചടങ്ങിന് പ്രിൻസിപ്പൽ ശ്രീജിത്ത് ഹരിദാസ് സ്വാഗതവും ഇരിട്ടി സെൻറ്റർ ഡയറക്ടർ ജഗ്ഗി മാത്യു നന്ദിയും അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം. നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് 5-6 സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയയ്ക്കുക. ചരമ വാർത്തകൾ ഫോട്ടോ സഹിതം അയയ്ക്കുക.